ചിത്രത്തിൽ കാണുന്ന സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണെങ്കിൽ അത് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ് ചെയ്താൽ പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് ഇവിടെ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂചക സംഖ്യ ആധാര ബിന്ദുവാണ്. കേന്ദ്രം എന്ന് പറയുന്നത് ആധാര ബിന്ദുവാണ്. അങ്ങനെയാണെങ്കിൽ അത് അക്ഷത്തെ കടന്നു പോകുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യ ചോദിക്കും. വളരെ സിമ്പിൾ ആണ്. എക്സ് ആക്സിസിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് എക്സസ് ആണെങ്കിൽ 10,0, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -10,0. ശരിയല്ലേ? എക്സ് ആക്സിസ് ഉള്ള പോയിന്റ് ആണെങ്കിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി ഡി എന്ന് പറയുമ്പോൾ y ആക്സിസ് ഉള്ള പോയിന്റ് ആണ്. എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് 10. താഴോട്ട് വരുമ്പോൾ 0 -10. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതിലുള്ള പോയിന്റ് ആണോ 6,8? അതെങ്ങനെയാ ചെക്ക് ചെയ്യാം? 6,8 എന്ന് പറയുന്നത് ഇതിലെ പോയിന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം √6² + 8² കാണുക. 6² + 8². അതായത് ആ പോയിന്റിലേക്കുള്ള ദൂരം റേഡിയസിന് തുല്യമാണോ നോക്കിയാൽ മതി. ഒറിജിൻ ആ പോയിന്റിലേക്കുള്ള ദൂരം ദാറ്റ് ഈസ് √36 + 64, അതായത് √100 which is equal to 10 റേഡിയസിന് ഈക്വൽ ആണ്. റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പോയിന്റ് സർക്കിളിലാണ്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണ്. ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ചെക്ക് ചെയ്തിട്ട് ആൻസർ പറ. 5, 9 എന്ന് പറയുന്നത് സർക്കിളിലുള്ള പോയിന്റ് ആണോ അല്ലയോ? ചെക്ക് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാം.